ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചായയൊക്കെ ഒന്ന് ആറ്റിയെടുക്കുന്നുണ്ട്. വേഗം തന്നെ പോയിട്ട് നമുക്ക് ചായ കുടിച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചതിന് ശേഷം വേഗം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം പിന്നെ നമ്മൾ പാല് നേരത്തെ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഓഫ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ വേഗം തന്നെ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. നന്നായി തന്നെ തിളച്ച് വറ്റി വരുമ്പോൾ നമ്മുടെ പാല് നല്ലൊരു കിണുപ്പും അതുപോലെ നമുക്ക് നല്ലപോലെ ആട കിട്ടും കേട്ടോ. ആ ആടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ നെയ്യൊക്കെ ഉണ്ടാക്കാറുള്ളത്. അങ്ങനെ അതെല്ലാം ഞാൻ ഒഴിച്ച് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ കുറച്ച് കോഴിമുട്ട എടുത്തിട്ട് പുഴുങ്ങാൻ വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തിട്ട് അതവിടെ പുഴുങ്ങി വരട്ടെ കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ ഒരു 3 വലിയുള്ളി എടുത്തിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല നൈസായിട്ടാണ് നമ്മളിതൊന്ന് അരിഞ്ഞെടുക്കുന്നത്. അതിന് ശേഷം പിന്നെ ഞാൻ വേഗം നോക്കുമ്പോഴേക്കും നമ്മുടെ കോഴിമുട്ട നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് വേവിച്ചെടുത്താൽ നല്ല കറക്റ്റായി തന്നെ കിട്ടും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ ഞാനതെല്ലാം കോരി മാറ്റിയതിന് ശേഷം നമ്മൾ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ട് ഇനി നമ്മൾ കൂട്ടാൻ വെക്കുന്ന പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ഉള്ളിയും അതുപോലെ പച്ചമുളകും കുറച്ച് ഉപ്പും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ചെറുതായി തന്നെ ഒന്ന് വഴണ്ടതിന് ശേഷം ഒരു കഷ്ണം ഇഞ്ചി 3-4 വലിയുള്ളി കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പച്ചമണമൊക്കെ നന്നായി മാറിയതിന് ശേഷം തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. തക്കാളി കൂടെ ചേർത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം ഒരുപാട് കുഴയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമ്മുടെ തക്കാളി. പിന്നെ അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഞാൻ നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായി തന്നെ നമ്മുടെ ഉള്ളിയുടെ മേലേക്ക് നിൽക്കുന്നത്ര വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അതുമാത്രമല്ല ഇതിലേക്ക് നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മുടെ മസാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അടച്ച് വെച്ചൊന്ന് കൊടുക്കേണ്ടത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇത് നന്നായി തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മുടെ കൂട്ടാൻ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. അത് ചെറിയ തീ കിടന്ന് ഇങ്ങനെ വറ്റി വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അതവിടെ റെഡിയായി വരുന്ന നേരം കൊണ്ട് ഞാൻ വെളിയിലെ അടുക്കളയൊക്കെ ഒന്ന് അടിച്ച് നമ്മുടെ ചാക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ കുട്ടികളൊക്കെ എണിച്ചിട്ടുണ്ടായിരുന്നു. അവർ പല്ലൊക്കെ തേച്ച് പാലെല്ലാം കുടിച്ച് റെഡി ആയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. അവർ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേഗം തന്നെ നമ്മുടെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകി എടുക്കുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ കൂട്ടാനൊക്കെ കറക്റ്റായി തന്നെ വെള്ളമൊക്കെ വറ്റി വരും കേട്ടോ. അപ്പോൾ നല്ലോണം കുറുകി വരുമ്പോൾ ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഞാൻ വന്ന് നോക്കുമ്പോൾ നമ്മുടെ കൂട്ടാനൊക്കെ ഏകദേശം വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് കുറച്ചുകൂടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനുണ്ട് കേട്ടോ. 1 സ്പൂണ് നമ്മുടെ ചിക്കൻ മസാലയാണ് കേട്ടോ ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 1/4 സ്പൂണ് കുരുമുളക് പൊടി, പിന്നെ ഒരു കുഞ്ഞു സ്പൂണ് നമ്മുടെ പഞ്ചസാര ചേർത്ത് നന്നായി തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കോഴിമുട്ട ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കോഴിമുട്ടയും കൂടെ ചേർന്നിട്ട് കുറച്ച് നേരം കൂടെ ഇത് ചെറിയ തീയിൽ അങ്ങനെ വെന്ത് വരട്ടെ കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കോഴിമുട്ടയിൽ നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് വരുള്ളൂ കേട്ടോ. അതിന് ശേഷം ഞാൻ ഓപ്പൺ ചെയ്തിട്ട് ഒരു 10 നമ്മുടെ കാഷ്യൂനട്ട് കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടെ ഒഴിച്ച് കൊടുത്ത് ആ മിക്സിയിലെ ജാറ് കഴുകിയ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ ഇളക്കിയതിന് ശേഷം നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ കറി ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മുടെ മസാലപ്പൊടികൾ എണ്ണയിൽ വഴറ്റി എടുക്കണമെന്ന് യാതൊരു നിർബന്ധമില്ല കേട്ടോ. ഇങ്ങനെ ചെയ്താൽ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ മുട്ടക്കറിക്ക്. അങ്ങനെ ഞാനതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്ത് റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് വേഗം തന്നെ ഒന്ന് ഒഴിച്ച് മാറ്റി കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ നമുക്ക് ആ പനി പിടിച്ചതിന് ശേഷം നമ്മളിങ്ങനെ സൗണ്ട് ഓവറൊക്കെ കൊടുക്കുമ്പോൾ ഒരു ശ്വാസം വലിക്കുന്നൊരു സൗണ്ട് വരുന്നുണ്ട് അല്ലേ? അത് എനിക്കും തോന്നി കേട്ടോ. എന്താണെന്നറിയില്ല, ആ പനി പിടിച്ച ശേഷം നമുക്കിങ്ങനെ ഇങ്ങനെ ശ്വാസം ഇങ്ങനെ വല്ലാണ്ട് ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. കറക്റ്റായിട്ട് അത് ശരിയാക്കാൻ എനിക്ക് പറ്റുന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ അതിന് ശേഷം ഞാൻ ആപ്പമാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ ആപ്പം പറഞ്ഞാൽ നമ്മൾ തേങ്ങയൊന്നും ചേർക്കാണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ആപ്പമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കിയതാണ്, എങ്ങനെയുണ്ട്, കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നോക്കിയതാണ് കേട്ടോ. നോക്കുമ്പോൾ നല്ല കറക്റ്റായി തന്നെ വന്നിട്ടുണ്ട്, നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടുത്ത പ്രാവശ്യം ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ റെസിപ്പി കാണിച്ചു തരാം കേട്ടോ. അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട്, നല്ല ടേസ്റ്റും ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ ആപ്പം ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ അക്ഷയ വന്നിട്ട് ഒരു കുഞ്ഞുമുറി ആപ്പം എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ ആപ്പമൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ കുടിക്കാൻ കുറച്ച് വെള്ളം വെക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ അക്ഷയ ആപ്പ് എടുത്തിട്ട് പോയത് നമ്മുടെ പൂച്ചക്കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ ഉരുളയാക്കി അവർക്ക് ഇട്ട് കൊടുത്താണ് കേട്ടോ. അവർ കഴിക്കും, എന്നാലും അവർ അങ്ങനെ അങ്ങോട്ട് ഭക്ഷണം കഴിക്കില്ല കേട്ടോ. അപ്പോൾ ഉരുളയാക്കി കഴിക്കുമ്പോഴാണ് കുറച്ചെങ്കിലും കഴിക്കാറുള്ളത് കേട്ടോ. ഇത് നമ്മുടെ റൗലിക്കുട്ടി, ഇത് നമ്മുടെ പൈക്കോക്കുട്ടൻ കേട്ടോ. നമ്മുടെ പൂമക്കുട്ടനാണ് കേട്ടോ മരിച്ചു പോയിരിക്കുന്നത്. നമ്മുടെ പൈക്കോനെ പോലെ ഇരിക്കും രണ്ടാളും. എനിക്ക് തിരിച്ചറിയില്ല എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. നമ്മുടെ പൈക്കോനെ പോലെ തന്നെ ഇരിക്കേണ്ട നമ്മുടെ പൂമക്കുട്ടൻ മരിച്ചിട്ടുണ്ടെങ്കിൽ 3-4 ദിവസമായില്ലേ. ഇവരെ കാണുമ്പോൾ എനിക്ക് അതന്നെയാണ് കേട്ടോ ഓർമ്മ വരാറുള്ളത്. അങ്ങനെ നമ്മൾ കഴിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യം ഇവർക്ക് ഭക്ഷണം കൊടുക്കണ്ട. എൻ്റെ അക്ഷയയ്ക്ക് ഈ പൂച്ചക്കുട്ടികളെ പറഞ്ഞ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അവൾ ആദ്യമേ കൊണ്ടുവന്നിട്ട് അവർക്ക് ഇങ്ങനെ ഉരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. പാഞ്ചിക്കുട്ടി കാണാനില്ല കേട്ടോ, അവൾ പുറത്ത് പോയിട്ട് വന്നിട്ടില്ല തോന്നണു. അങ്ങനെ പിന്നെ നമ്മുടെ അശ്വിനും സച്ചും ഒക്കെ കളി കഴിഞ്ഞ് വരുന്ന സമയത്ത് നമ്മുടെ പൂച്ചക്കുട്ടിയൊക്കെ ഒന്നെടുത്ത് ഇങ്ങനെ ആട്ടുകയാണ് കേട്ടോ. ഒന്നും ചെയ്യാറൊന്നുമില്ല കേട്ടോ അവർ. ഇപ്പൊക്കെ നമ്മൾ വിളിക്കുകയോ തലോടുകയൊക്കെ ചെയ്യുമ്പോൾ ഇങ്ങനെ കരയും കേട്ടോ. ഇപ്പോഴും മനസ്സിലായി അവർക്ക് നമ്മളെയൊക്കെ കുറേശ്ശെയൊക്കെ മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർക്ക് അങ്ങനെ ഭക്ഷണമൊക്കെ കൊടുത്ത് വന്നതിന് ശേഷം പിന്നെ ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. നമ്മൾ 2 ക്യാരറ്റ് എടുത്തിട്ട് മുറിച്ചത് നമ്മുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. ഒരു വെള്ളരിക്ക കുരുവോടുകൂടിയും തോലോടുകൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ തേനാണ് കേട്ടോ സാധാരണ ചേർക്കാറുള്ളത്. പക്ഷെ നമ്മുടെ സച്ചുവിന് തേന് അത്ര ഇഷ്ടമല്ല പറഞ്ഞു, അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പഞ്ചസാര ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി ചേർത്ത് നല്ല തണുത്ത വെള്ളം ഒഴിച്ച് നല്ലപോലെ അടിച്ചിട്ട് വന്നതാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കാം കേട്ടോ. അരിച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറച്ചുകൂടെ ചണ്ടി ഉണ്ടായിരുന്നു, അതിൽ കുറച്ചുകൂടെ തണുത്ത വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ നമ്മൾ അരിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഞാൻ പിന്നെ ഒരു മുറി നാരങ്ങയുടെ നീരൊന്ന് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ക്യാരറ്റും വെള്ളരിക്കയും കൂടിയുള്ള ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ട്. അത് എന്താ പറയുക, നിങ്ങൾക്ക് തനിച്ച് വേണമെങ്കിലും ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഒരു കോമ്പിനേഷനായിട്ടും ചെയ്യാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. തണുത്തല്ല, നല്ല തണുപ്പോടുകൂടി കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ക്യാരറ്റ് കുറവായ കാരണമാണ് കേട്ടോ 2 ഉണ്ടായിരുന്നുള്ളൂ. കൂടുതലായി ഞാൻ കുറച്ചുകൂടെ ചേർത്തിട്ട് ചെയ്യാൻ വിചാരിച്ചതാണ്, പക്ഷെ നമ്മുടെ കയ്യിൽ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പുതിന ഇല ഉണ്ടെങ്കിൽ ഒരു 3-4 ഇലയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മുടെ കയ്യിൽ പുതിന ഇലയൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ജ്യൂസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ആ റെഡിയാക്കി വെച്ചതിന് ശേഷം പിന്നെ നമ്മുടെ അശ്വിനും സച്ചുവും വന്നിട്ട് നമ്മുടെ ജ്യൂസൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ സച്ചു ചോദിക്കണം ഇത് എന്ത് ജ്യൂസാണ് അമ്മായി ചോദിക്കണം കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു. അപ്പം കുറച്ചൊക്കെ കുടിച്ചു കേട്ടോ. അവനിങ്ങനെയുള്ള ജ്യൂസൊന്നും അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, എന്നാലും കുറച്ചൊക്കെ അവൻ കുടിച്ചു കേട്ടോ. പിന്നെ അങ്ങനെ 2 പേരും ജ്യൂസ് കൊണ്ടുപോയി കുടിക്കുകയായിരുന്നു. അതിന് ശേഷം ഞാൻ പിന്നെ അവർക്കുള്ള ഭക്ഷണം എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആപ്പും അതുപോലെ നമ്മളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് കേട്ടോ ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന. അങ്ങനെ ഞാൻ അതെല്ലാം എടുത്ത് അവർക്ക് കഴിക്കാൻ കൂടി കൊടുത്തു കേട്ടോ. അതിന് ശേഷം പിന്നെ വന്നതിന് ശേഷം പിന്നെ വേഗം തന്നെ നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മൾ ചോറാരും കൊണ്ടുപോകാത്ത കാരണം നമ്മൾ ഏകദേശം പണിയൊക്കെ ആയിട്ടാണ് കേട്ടോ ചോറ് വെക്കാറുള്ളത്. ഇപ്പോൾ അവർക്ക് ചോറൊന്നും കൊണ്ടുപോകണ്ടല്ലോ, സ്കൂളിൽ ലീവാണല്ലോ. ഇപ്പോൾ ഏട്ടനും ഇന്ന് നേരത്തെ പോയി കേട്ടോ, നേരത്തെ എറണാകുളത്ത് പോകണമെന്ന് പറഞ്ഞു. അതുകൊണ്ട് പിന്നെ മൂപ്പര് ഭക്ഷണം കഴിക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ചോറ്റിനുള്ള വെള്ളമൊക്കെ വെച്ചതിന് ശേഷം ഞാൻ വന്നിട്ട് ഭക്ഷണം കഴിക്കാം കേട്ടോ. നല്ല ചൂടായതുകൊണ്ട് തന്നെ നല്ല വെള്ളദാഹമാണ് കേട്ടോ. നല്ല തണുപ്പോട് കൂടിയിട്ട് നമ്മുടെ ജ്യൂസ് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഞാൻ ഇവർക്ക് ജ്യൂസ് കൊടുത്തിട്ട് ബാക്കിയുള്ള ജ്യൂസ് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചു കേട്ടോ. അപ്പോൾ കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. പക്ഷേ എന്താ പറഞ്ഞാൽ നമ്മൾ
പഞ്ചസാര ചേർത്ത കാരണം കുറച്ച് ഹെൽത്ത് പ്രോബ്ലം ഉണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ജ്യൂസ് എന്ന് പറയാൻ പറ്റില്ല. തേനാണെങ്കിൽ ഒന്നുകൂടെ നല്ല ബെറ്റർ ആകും കേട്ടോ. അപ്പോൾ അവൻ കുടിച്ചോട്ടെ പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ പഞ്ചസാര ചേർത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ നമ്മുടെ ചോറെല്ലാം ഒന്ന് ഇറക്കി വെച്ച് കൊടുത്ത് നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് അടിച്ചിട്ട് വേഗം തന്നെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കൗണ്ടർ ടോപ്പ് വൃത്തിയാക്കലും അടുക്കള വൃത്തിയാക്കലും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ട്. നമ്മുടെ ചെള്ളി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അതിൽ കൂടെ തന്നെ കുറച്ച് മുള്ള മീനും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാൻ പറഞ്ഞിട്ട് പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ മുള്ള മീൻ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അതിൻ്റെ നടുക്ക് ഓരോ കുത്ത കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുള്ളൊക്കെ ഒന്ന് ഉടഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നതും ക്ലീൻ ചെയ്യുന്നതും എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പോൾ കാണിക്കാണ്ടിരിക്കുന്നത്. അങ്ങനെ കുത്തിയതിന് ശേഷം ഞാനൊരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ട് ക്ലീൻ ചെയ്യാൻ കൊണ്ടുപോയതാണ് കേട്ടോ. അങ്ങനെ ക്ലീനൊക്കെ ചെയ്തതിന് ശേഷം അതിൽ മസാലയൊക്കെ തേച്ചിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചിറ്റിച്ച് കൊടുത്തിട്ട് നമ്മുടെ മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ചാറ് കൂട്ടാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ മുരിങ്ങക്കായ് സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഞാൻ പ്രത്യേകിച്ച് വേറെ ചാറ് കറികളോ ഉപ്പേരികളോ ഒന്നും വെക്കുന്നില്ല കേട്ടോ. മീൻ വറുത്തത് മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ഈ മുള്ള മീൻ പെട്ടെന്ന് തന്നെ വറന്ന് വരും കേട്ടോ. അത് എണ്ണയിലേക്ക് ചേർത്തതിന് ശേഷം ചെറിയ തീയിലിട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് റെഡിയാകും. കൂടുതൽ തീ വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. ഇതധികം ദശക്കട്ടിയില്ലാത്ത മീനാണ് കേട്ടോ. അങ്ങനെ രണ്ട് സൈഡും നമ്മളിതുപോലെ ഒന്ന് മുരിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മുള്ള മീൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ കുറേ ദിവസമായിട്ട് നമ്മുടെ നെയ്യൊന്ന് ഉരുക്കിയെടുക്കണം വിചാരിക്കുന്നത്. നല്ല പോലെ നമ്മുടെ പാല് തിളപ്പിച്ചെടുത്ത ഫ്രിഡ്ജിൽ വെച്ച് നല്ല കട്ടിയുള്ള ആട കിട്ടും കേട്ടോ. അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെയ്യ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് 10 മണി കഴിയുമ്പോഴേക്കും തന്നെ ഭയങ്കര ചൂടാണ് കേട്ടോ. നമുക്ക് അടുക്കളയിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളും റെസിപ്പികളും. നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നാളെ 12:15